ഹല്ലേലൂയ. കർത്താവിന് ധന്യമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഷ്ടാനുഭവ വാരത്തോടനുബന്ധിച്ച് അല്പനേരത്തെ ധ്യാനചിന്ത നിങ്ങൾക്ക് മുമ്പിലേക്ക് നൽകുവാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 6 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് കർത്താവിൻ്റെ തൈലാഭിഷേകം അഥവാ ദ അനോയിൻറ്റിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഭാഗമാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണിത്. നാം കഷ്ടാനുഭവ വാരങ്ങൾ ഉടനീളം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ദ അനോയിൻറ്റിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അഥവാ കർത്താവിൻ്റെ തൈലാഭിഷേകം എന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ് പറയുവാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ തൈലാഭിഷേകം നടന്ന സ്ഥലം. രണ്ടാമതായി, യേശുവിൻ്റെ തൈലാഭിഷേകം. മൂന്നാമതായി, അത് ചെയ്ത ആൾ എന്നുള്ള 3 കാര്യങ്ങളാണ്. ആദ്യത്തെ ഭാഗത്തേക്ക് നാം നോക്കുകയാണെങ്കിൽ യേശുവിൻ്റെ തൈലാഭിഷേകം നടന്ന സ്ഥലം ബഥാനിയാണ്. പുതിയ നിയമ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ബഥാനി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഒക്കെ ഗ്രാമമായിരുന്നു ബഥാനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ അവിടെ വെച്ചാണ് അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ യേശു അവിടെ വെച്ചാണ് സ്വർഗാരോഹണം ചെയ്തത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ചരിത്രത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ യേശുക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ബഥാനിയ എന്ന് പറയുന്നത്. ആ ബഥാനിയിൽ വെച്ചാണ് യേശുക്രിസ്തു തൻ്റെ തൈലാഭിഷേകം കൈക്കൊണ്ടത്. അതിനുശേഷമായി നാം യേശുക്രിസ്തുവിൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ പറ്റി, ഇപ്പോൾ യേശുക്രിസ്തു കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ പറ്റി നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. താൻ നാളെ കുരിശുമരണം വരിക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഒരു മനുഷ്യൻ താൻ നാളെ മരണമടയും എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ സ്ട്രെസ്സിലൂടെയും അതേ ടെൻഷനുകളിലൂടെയും ഒക്കെ മനുഷ്യപുത്രൻ കടന്നു പോയിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ ഗെത്സമനയുടെ തോട്ടത്തിൽ ദൈവത്തോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രത്തെ എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചത്. അതുമാത്രമല്ല, ബൈബിളിൽ നമ്മളോട് പറയുന്നു, സ്ട്രെസ്സിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തുമ്പോൾ മാത്രം കടന്നു വരുന്ന ഒരു രോഗമാണ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്നു എന്നുള്ളത്. അപ്രകാരമൊരു രോഗവും കർത്താവിന് ആ സമയത്ത് വന്നു എന്നും ബൈബിൾ പറയുന്നു. അപ്പോൾ അത്രയ്ക്കും വലിയ ഒരു സ്ട്രെസ്സിലും അത്രയ്ക്കും വലിയൊരു ആൻസൈറ്റിയിലും ഒക്കെയാണ് കർത്താവ് ആ ഒരു സമയത്തായിരുന്നത്. എന്നാൽ ആ ഒരു സമയത്തും കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രകാരം ഒരു റെസ്റ്റ്ലെസ് ലൈഫായിരുന്നു കർത്താവ് ആ ഒരു സമയത്ത് നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള തിരക്കുകൾക്കിടയിലും കർത്താവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായ ബഥാനിയിലേക്ക് കടന്നു വന്ന് വിശ്രമിക്കുന്നു. അങ്ങനെ ഒരു വിശ്രമത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു സ്ഥലമായിരുന്നു ബഥാനി എന്ന് പറയുന്നത്. ആ ബഥാനിയിൽ വെച്ച് കർത്താവ് തൈലാഭിഷേകം ഏൽക്കുകയും ചെയ്യുകയാണ്. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ തൈലാഭിഷേകം എന്നതാണ്. തൈലാഭിഷേകം അഥവാ അനോയിൻറ്റിംഗ് എന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിൽ നിന്ന് ദൈവം ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു രാജാവിനെയോ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു ശുശ്രൂഷയാണ് തൈലാഭിഷേകം എന്ന് പറയുന്നത്. ഈ തൈലാഭിഷേകം ഏറ്റ ആളുടെ തലമേൽ വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളതാണ്. അവന് നേരെ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയും അവന് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അവന് നേരെ കടന്നു വരുന്ന ഏത് ശത്രുക്കളെയും അവൻ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും. അവന് നേരെ കടന്നു വരുന്ന ഏത് തീയമ്പുകളെയും അവന് ചെറുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള ഒരു ദൈവ പരിപാലനമാണ് അനോയിൻറ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ തലമേൽ വരുന്നത്. അതുമാത്രമല്ല, അനോയിൻറ്റ് ചെയ്യുന്ന ആൾ എപ്പോഴും ഒരു യോഗ്യനായിട്ടുള്ള ആളായിരിക്കണം. ഒന്നുകിൽ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ ഒക്കെയാണ് അനോയിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ കർത്താവിനെ അനോയിൻറ്റ് ചെയ്തത് ബൈബിളിൽ പേര് പോലും പറയപ്പെടാത്ത ഒരു സ്ത്രീയാണ്. മാത്രമല്ല, കർത്താവിനെ അനോയിൻറ്റ് ചെയ്യുവാനായി കർത്താവ് തിരഞ്ഞെടുത്ത ഒരു സ്ഥലമുണ്ട്. അത് കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ ഭവനമായിരുന്നു. കുഷ്ഠരോഗം എന്നത് വളരെ ഹീനമായ ഒരു രോഗമായിട്ട് ആ സമയത്ത് കണക്കാക്കിയിരുന്നു. കുഷ്ഠരോഗം ബാധിച്ച ആളുകളെ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് നിർത്തിയിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾക്കും താഴെയായിരുന്നു കുഷ്ഠരോഗികളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്ന ശീമോൻ്റെ ഭവനത്തിൽ വെച്ചാണ് കർത്താവ് ഇപ്രകാരമുള്ളൊരു തൈലാഭിഷേകം കൈക്കൊണ്ടത്. മൂന്നാമതായി, അഭിഷേകം ചെയ്യുവാനായി കർത്താവ് തിരഞ്ഞെടുത്ത ആളെ പറ്റിയാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത്. ബൈബിൾ പേര് പോലും പറയപ്പെടാത്ത ഒരു സ്ത്രീയായിരുന്നു കർത്താവിനെ അനോയിൻറ്റ് ചെയ്തത്. രാജാവല്ല, മഹാപുരോഹിതനല്ല, അല്ലെങ്കിൽ പ്രവാചകനല്ല, ആരുമല്ല. പക്ഷേ ബൈബിളിൽ പേര് പോലും പറഞ്ഞിട്ടില്ലാത്തൊരു സ്ത്രീ കർത്താവിനെ അനോയിൻറ്റ് ചെയ്തു.
ആ സ്ത്രീയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവളുടെ ജീവിതത്തിലുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസഷനായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയ ഒരു സാധനമായിരുന്നു ആ പരിമള തൈലം എന്ന് പറയുന്നത്. പരിമള തൈലത്തിൻ്റെ ആ ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവനും യഹൂദൻ ജോലി ചെയ്താൽ കിട്ടുന്ന വേതനത്തേക്കാൾ കൂടുതലായിരുന്നു ഒരു വെൺകൽ ഭരണിയുടെ പരിമള തൈലത്തിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും വിലയേറിയ ഒരു തൈലമായിരുന്നു അവൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചത്. അതുമാത്രമല്ല, തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു ജനറേഷണൽ വെൽത്തായിരുന്നു ഈ തൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനായിട്ട് ഇപ്രകാരം ഒരു തൈലം അവളുടെ കയ്യിലില്ല എങ്കിൽ പോലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ആ തൈലത്തെ മുഴുവനും കർത്താവിനായിട്ട് നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ അവൾക്ക് യാതൊരു യോഗ്യതകളുമില്ല. അവൾ പ്രവാചകയല്ല, രാജാവല്ല, പുരോഹിതനല്ല, ആരുമല്ല. എങ്കിൽ പോലും കർത്താവിനെ അനോയിൻറ്റ് ചെയ്യുവാനായി കർത്താവ് അവളെ തിരഞ്ഞെടുത്തു. യോഗ്യതയില്ലാത്ത ഇടത്തു നിന്നും എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തതുപോലെ യോഗ്യതയില്ലാത്ത അവളെ കർത്താവ് അനോയിൻറ്റ് ചെയ്യുവാനായി, അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുവാനായി തിരഞ്ഞെടുത്ത ഒരു സന്ദർഭമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് കാൽവറിയുടെ ഉന്നതങ്ങൾ യാഗമായി തീർന്നു. ഹോശന്ന ഹോശന്ന എന്ന് ആർത്ത് വിളിച്ച അതേ നാവുകൾ കൊണ്ട് ഇവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് ജനം ആർത്തലച്ചപ്പോഴും ആ പരിഹാസത്തിൻ്റെയും ആ കളിയാക്കലുകളുടെയും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് കുരിശുമരണം വഹിച്ചു. മുത്തുകളും പവിഴവും രത്നവും പതിപ്പിച്ച കിരീടം വെക്കേണ്ട സ്ഥാനത്ത് മുള്ളുകളാലും ആണികളാലും ഒക്കെ നിർമ്മിതമായ ഒരു കിരീടം വെച്ചുകൊണ്ട് കർത്താവ് തലകുനിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയുടെ ഉന്നതങ്ങളിൽ കിടന്നു. അവസാന തുള്ളി രക്തത്തോളം അനുസരണയുള്ളവനായി എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറയിൽ യേശുക്രിസ്തു യാഗമായി തീർന്നു. നമ്മളെ പരിഹാസങ്ങൾക്ക് പാത്രമാക്കി തീർക്കാതെ പറുദീസയുടെ അവകാശികളാക്കി തീർത്തു. ഇപ്രകാരം ഒരു വലിയ ദാനത്തെ തന്ന ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ വിലയേറിയത് എന്ന് കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിലയേറിയത് എന്ന് കരുതുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി നൽകുവാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി നൽകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? യോഗ്യരല്ലാത്ത ഇടത്തു നിന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് യോഗ്യരാക്കി തീർത്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് കാൽവറിയുടെ ഉന്നതങ്ങൾ യാഗമായി തീർന്നു. ഹോശന്ന ഹോശന്ന എന്ന് ആർത്തലച്ച അതേ നാവുകൾ കൊണ്ട് അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് അതേ ജനം ആർത്തലച്ചപ്പോൾ ആ പരിഹാസങ്ങൾക്കിടയിലും ആ കളിയാക്കലുകൾക്കിടയിലും എല്ലാം നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് കുരിശുമരണത്തെ വഹിച്ചു. മുത്തും പവിഴവും രത്നങ്ങളും ഒക്കെ പതിപ്പിച്ച കിരീടം വെക്കേണ്ട സ്ഥാനത്ത് മുള്ളുകളാലും ആണികളാലും ഒക്കെ നിർമ്മിതമായ ഒരു കിരീടം വെച്ചുകൊണ്ട് തല കുമ്പിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ആ കഴുമരത്തിൽ കിടന്നു. അവസാന തുള്ളി രക്തത്തോളം അനുസരണയുള്ളവനായി എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ആ കാൽവരി മരണത്തെ പോകുകയുണ്ടായി. ഇപ്രകാരം തൻ്റെ ജീവനെ കർത്താവ് നമുക്ക് വേണ്ടി നൽകി. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ ജീവനെ തന്ന കർത്താവിന് വേണ്ടി എന്ത് വിലയേറിയ പൊസഷനാണ്, എന്ത് വിലയേറിയ കാര്യമാണ് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ധനമാണോ, നമ്മുടെ മാനമാണോ, അതോ നമ്മുടെ ആത്മാവാണോ, നമ്മുടെ ജീവനാണോ, നമ്മുടെ സമയമാണോ? എന്താണ് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്? ഇന്ന് ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ കർത്താവിൻ്റെ പങ്കപ്പാടുകളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി തിരിച്ച് എന്താണ് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത് എന്നും കൂടി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. യേശുവിന് ശിഷ്യന്മാർ ഈ തൈലാഭിഷേകത്തെ ഒരു പാഴാക്കലായി കണ്ടപ്പോൾ കർത്താവ് അവളുടെ ഹൃദയത്തെ കണ്ടു. ആ സ്ത്രീയുടെ ഹൃദയത്തെ കർത്താവ് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സ്വയവർജനയ്ക്ക് അവൾ തയ്യാറായപ്പോൾ തലമുറകളോളം അവളെ ഓർമ്മിപ്പിക്കും എന്ന വാഗ്ദാനം കാത്തു സൂക്ഷിച്ച ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. എല്ലാവരാലും തള്ളിക്കളയപ്പെട്ട, എല്ലാവരാലും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കുഷ്ഠരോഗിയുടെ ഭവനത്തെ താൻ രാജ്യത്വം പ്രാപിക്കുന്നതിൻ്റെ സിംഹാസനം ആക്കി മാറ്റിയവനാണ് എൻ്റെ കർത്താവ്. നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന, നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവ് ക്രൂശുമരണം വഹിച്ചു. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് കുരിശിൽ യാഗമായി മാറി. തൻ്റെ ജീവനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ബലിയായി അർപ്പിച്ചു. ഇത്ര വലിയൊരു ത്യാഗത്തിന് തിരിച്ച് നമുക്ക് എന്ത് കർത്താവിന് നൽകുവാനായിട്ട് സാധിക്കും? എന്ത് വലിയ ഗ്രേറ്റസ്റ്റ് പൊസഷനാണ് എനിക്ക് കർത്താവിനായിട്ട് നൽകുവാനായിട്ട് സാധിക്കുന്നത്? എന്ത് വലിയ കാര്യമാണ് ഒരു സ്വയവർജനയായി കർത്താവിന് എനിക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള ചിന്ത ഞാൻ നിങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അതോടൊപ്പം എനിക്ക് പ്രകാരം ഒരു അവസരം നൽകിയ സെയിൻ മീഡിയയോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.